നാടൻ രീതിയിൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പായസം ഓട്സിൻ്റെ ആണ്. ഓട്സിൽ നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കാം, കുറുക്കി കുടിക്കുക മാത്രമല്ല, പുട്ടുണ്ടാക്കുക മാത്രമല്ല, ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് പായസം എങ്ങനെ ഉണ്ടാക്കാം. പാന് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് കുറച്ച് എടുത്ത് ഇങ്ങനെ നമുക്ക് നല്ലവണ്ണം ഒരു ബ്രൗൺ കളറാകുന്ന വരെ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ, ഇതപ്പോഴും ഒരു ബ്രൗൺ കളറാവും നല്ലവണ്ണം. ഇത് നല്ലവണ്ണം ഇത് ബ്രൗൺ കളറായി കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരും കേട്ടോ. നമ്മൾ ഓട്സ് ആണെന്ന് നമുക്ക് തോന്നുകയില്ല. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഈ നെയ്യിൽ നമുക്ക് ഈ ഓട്സിനെ ഒന്ന് മിക്സ് ആക്കാം. നമുക്ക് ഒരു കവർ പാൽ ഇതിലോട്ടൊഴിക്കാം. കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒഴിക്കാം. നമുക്ക് കുറച്ചുകൂടെ പാല് ചേർക്കാം. പാലിനോടൊപ്പം കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഒത്തിരി പാല് നമുക്കപ്പോൾ ഉപയോഗിക്കേണ്ടി വരില്ല, കാരണം പാലിന് സമമായിട്ട് വെള്ളവും കൂടെ ചേർക്കാം. നേരത്തെ ഇത് ചെയ്ത് വെച്ചിരുന്ന ചവ്വരിയാണ് കേട്ടോ. ഇത് ചവ്വരി ചേർക്കുന്നത് നമ്മൾക്കൊരു പ്രത്യേക ഒരു കാര്യമുണ്ട്. നമുക്ക് ഒത്തിരി ലൂസായി പോയാൽ ഈ ചവ്വരിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ പറ്റുമ്പോഴേ, ചവ്വരിക്കൊപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ അതിനാണ് ഇതിൽ ചവ്വരിയും കൂടെ ചേർത്തത്. ഈ വെറും ഓട്സ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാം. ഇതല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ മിൽക്ക് മെയ്ഡ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പാല് ചേർക്കാം. ഇത് ലാസ്റ്റ് റൗണ്ടിലുള്ള പാലാണ്. ഇനി പാല് ചേർക്കണ്ട, കാരണം ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പായസ രൂപത്തിൽ നല്ലവണ്ണമായിട്ടുണ്ട്. ഞാനിപ്പോൾ തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ തീ കുറച്ചും കൂടെ ഇച്ചിരി ഫ്ലെയിം കൂടെ കൂട്ടി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ലേശം ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു നുള്ള് ചുക്കും, അത് ഒരു പേരിന് മാത്രമേ പാടുള്ളൂ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. കിസ്മിസ് ചേർക്കാം. ഇതിൽ ഞാൻ ഒരുപാട് നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല, കാരണം നമ്മൾ ഈ ആഘോഷ ദിവസങ്ങളാകുമ്പോൾ എല്ലാത്തിനും ഒത്തിരി നെയ്യാവുമല്ലോ. നമ്മുടെ ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ഒരു മധുരം കിട്ടാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് നല്ല ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല വെളുത്ത നിറം ഇതിന് വരും. കാരണം ഓട്സ് നമ്മൾ ഒരു ബ്രൗൺ കളറിലാണല്ലോ ആക്കിയത്. നല്ലവണ്ണം വന്നു കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിന് ഒത്തിരി സമയം ഇത് ചെയ്യേണ്ട, കാരണം ഒത്തിരി ചിലപ്പോൾ കുറുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് നമ്മുടെ നാടൻ രീതിയല്ലേ, അപ്പം നമുക്ക് നാടൻ രീതിയിൽ നല്ല മധുരമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ.